അറസ്റ്റ്, നിങ്ങൾ കേസിൻ്റെ മെറിറ്റ് എല്ലാം അവിടെ നിൽക്കട്ടെ. ഈ അറസ്റ്റിനകത്തൊന്നും ഒരു പൊളിറ്റിക്സും ഇല്ലെന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ എത്രയോ രാഷ്ട്രീയവും അല്ലാത്തതുമായിട്ടുള്ള വ്യക്തിഗത തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരോപിക്കുമ്പോൾ ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ പോയിന്റ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് സ്ത്രീകളെ നന്നായി ബഹുമാനിക്കുന്നതിനെ പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളുമാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ലോകത്തിലെ ഏത് സ്ത്രീ കരഞ്ഞാലും അത് സത്യമാണ്. എല്ലാ സ്ത്രീകളും കരയുന്നത് അങ്ങനെ സത്യമല്ലാന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, അത് ഞാൻ അങ്ങയോട് പറയാം. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് തന്നെയാണ് PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കേസ് വരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ്. ഞാൻ വാട്ടബോട്ടറി അല്ല പറയുന്നത്, ഞാനൊരു സാങ്കേതികത്വം മാത്രം പറയാം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് എതിരായിട്ട് ഉയർന്ന ആരോപണം എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്ന ആരോപണം, അദ്ദേഹം ജനപ്രതിയുടെ കാലയളവ് എടുക്കുന്നത് ഞാൻ 1.5 വർഷമാണ് ആകെ ജനപ്രതി ഇതുവരെ ആയത്. അദ്ദേഹം 10 വർഷം ജനപ്രതിയായിരുന്നു. അദ്ദേഹം സംസ്ഥാന സർക്കാർ കൊടുത്തൊരു പദവിയിലിരിക്കുന്ന ആളാണ്. ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. ആ കേസിനകത്ത് ഈ തിടുക്കമൊന്നും നമ്മൾ കണ്ടില്ല. മാധ്യമങ്ങളുടെ പോട്ടെ, മാധ്യമങ്ങൾ അതിനത്ര ഹൈലൈറ്റ് കൊടുക്കില്ല, അതൊക്കെ വിട്. ഞാൻ ചോദിച്ചാൽ സർക്കാരിൻ്റെ തിടുക്കം കണ്ടില്ല. അപ്പോൾ സർക്കാർ സെലക്റ്റീവാണ്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നെങ്കിലും മിനിമം താങ്കൾ അംഗീകരിക്കേണ്ടി വരും. അത് കോടതികൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്ന്. ഇതിനകത്ത് കൃത്യമായി ഗൂഢാലോചനയുണ്ട് ശ്രീ ഹാഷ്മി. അത് ഞാൻ ഈ ഒരു മൊമെൻ്റ് കടക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്കൊരു മൊമെൻറ്റും കടക്കണ്ട. ഞാൻ ഇത്ര കാലം നിശബ്ദനായി ഇരുന്നത് പോലും ഈ പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് കരുതലുണ്ടായിരുന്നു, എല്ലാ മനുഷ്യന്മാരോടും. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണം വന്നപ്പോൾ പോലും ഞാൻ മിണ്ടാതായിരുന്നേ. അങ്ങയുടെ ഭാഷയിൽ എനിക്ക് അന്നേരം ബീനാമേ, നിങ്ങളുടെ മകൻ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. നിങ്ങളുടെ മകൻ ഒരു രാഷ്ട്രീയ വേട്ടയുടെ ഇരയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന അഹങ്കാരത്തിന് കൈയും കാലും വെച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തെമ്മാടിത്തരത്തിൻ്റെയും ഇരയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നപ്പോൾ കേരളത്തിലെ പോലീസും പിണറായി വിജയനും സർക്കാരും കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളും വളരെ സെലക്റ്റീവായിരുന്നു. ഈ സെലക്റ്റീവായിരുന്നു എന്ന് പറയാൻ കാരണം, ഈ പറയുന്ന അതേ സമയം വന്ന ഒരു ബലാത്സംഗ പീഡന പരാതി ആരോപണം കേസ് മെറിറ്റിൻ്റെ നോക്കിയിട്ടല്ല, കേസ് കോടതിയിലെത്തുമ്പോൾ എന്താവുമോ എന്നുള്ളത്. രാഹുലിൻ്റെ കേസ് കോടതിയിലെത്തിയിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു അന്തിമ തീരുമാനം വന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ തന്നെ നമ്മൾ PT കുഞ്ഞുമുഹമ്മദിന് കൊടുത്തുകൊണ്ട് തന്നെ പറയാ, പരാതി വന്നപ്പോൾ എന്തായിരുന്നു വിജയന്റെ സമീപനം? വിജയൻ പരാതിയെ അണ്ണാക്കിൽ തള്ളി. ആരുടെ അണ്ണാക്കിൽ? ക്ലിഫ് ഹൗസിലുള്ള കമലയിടത്തിയുടെ അണ്ണാക്കിൽ കൊണ്ടുപോയി വിജയൻ പരാതി തള്ളി. എന്നിട്ട് വിജയൻ കമലയിടത്തിയോട് പറഞ്ഞു, അതങ്ങ് വിഴുങ്ങണ്ട, അത് അണ്ണാക്കിൽ തന്നെ വെക്ക്. എപ്പോഴാണ് മാധ്യമങ്ങൾ ഇത് കുത്തി പുറത്ത് ചാടിക്കുക എന്ന് പറയാൻ പറ്റൂല, അതുവരെയെങ്കിലും സഖാവിനെ നമുക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കമലയിടത്തിയുടെ അണ്ണാക്കിൽ തള്ളിവെച്ച പരാതി അല്ലേ? പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോ 2 പരാതി വന്നു, കോടതിയിൽ പോയി, പരാതി കൊടുത്തവർ മൂഞ്ചി. 3ാമത്തെ പരാതി വന്നു, രാഹുൽ കോടതിയിൽ പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമാക്കിയിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഈ പറയുന്ന രാഹുൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ്. എന്താ കാര്യം? രാഹുൽ പറയുന്ന കാര്യങ്ങളെ കോടതി വിശ്വാസത്തിലെടുക്കുന്നു. ഈ രാജ്യത്തിൻ്റെ നിയമം, ഈ രാജ്യത്തെ ജുഡീഷ്യറി രാഹുൽ പറയുന്ന കാര്യങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു. അതുകൊണ്ട് നമ്മളും രാഹുൽ പറയുന്ന കാര്യങ്ങളെ വിശ്വാസത്തിലെടുക്കുക. അതിന് കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ട, കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളുടെ അനുവാദം നമുക്ക് വേണ്ട, കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളുടെ സമ്മതം നമുക്ക് വേണ്ട. ഇവരാരുമല്ല നമ്മുടെ തന്ത, മനസ്സിലായില്ലേ? അപ്പൊ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കോടതി അംഗീകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ വാദത്തെ നമ്മൾ അംഗീകരിക്കുന്നു, അല്ലേ? ഇവിടെയാണ് നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ രാഹുൽ വീണ്ടും ഏറ്റുപറയുന്നത്. ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അത് പിരായിരിയിലെ MLA മുതൽ അവൻ്റെ ഭാര്യ സൗമ്യ പറീൻ വരെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആ കണ്ണികളിൽ
റിനി ആൻ ജോർജും ഷഹനാസും ഹണി ഭാസ്കറും അടങ്ങുന്ന ഒരു 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 പൊളിറ്റിക്കൽ പിമ്പിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ആണും പെണ്ണും കെട്ട കുറേ എണ്ണങ്ങൾ, പൊളിറ്റിക്കൽ പിമ്പിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ എണ്ണങ്ങൾ. ഈ പക എവിടെ നിന്ന് തുടങ്ങി? ഈ പക വളരെ കൃത്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സരിൻ എന്ന് പറയുന്ന പിരായിരിയിലെ പിരാന്തൻ MLA 8 നിലയിൽ പൊട്ടിയ ആ നിമിഷം മുതൽ തുടങ്ങിയ പക, വൈരാഗ്യം. അത് സരിൻ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ആളുകളെയൊക്കെ വിലക്കെടുത്തു. വില കൊടുത്തത് AKG സെന്ററിൽ നിന്ന്. സ്ത്രീകളുടെ മാംസം വിലയുറപ്പിച്ച് വാങ്ങിയിട്ട് ആ വില കൊടുത്ത് വാങ്ങിയ സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വെട്ടിവീഴ്ത്താൻ ശ്രമങ്ങൾ നടത്തി. ഇവിടെയാണ് ഈ പോലീസും സംവിധാനങ്ങളും സർക്കാരും സെലക്റ്റീവാണെന്ന് നമ്മൾ പറയുന്നത്. ഇല്ലെന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? എന്തേ PT കുഞ്ഞോമതിനെതിരെ പരാതി വന്നപ്പോൾ ആ പരാതി രഹസ്യമാക്കി വെച്ചു. സംഭവം രഹസ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ രഹസ്യം? അത് പുറം ലോകം അറിയാതിരിക്കാനുള്ള രഹസ്യം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ എന്തായിരുന്നു? ഉടനടി കേസ് രജിസ്റ്റർ ചെയ്യുന്നു, രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. PT കുഞ്ഞോമതിനെതിരെ പരാതി വന്നപ്പോൾ കമലയിടത്തിയുടെ അണ്ണാക്കിൽ രഹസ്യം. കേസില്ല, FIR ഇല്ല, തുടർ നടപടികളില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല. അപ്പോൾ ഇവിടെയല്ലേ നമ്മൾ സെലക്റ്റീവാണെന്ന് പറയുന്നത്, ഇവിടെയല്ലേ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറയുന്നത്. രാഷ്ട്രീയം ചീഞ്ഞ് നാറുന്ന പിണറായി വിജയൻ്റെ അടുക്കള രാഷ്ട്രീയം, കഴിവ് കെട്ട ഗതികെട്ട ഭരണാധികാരി പിണറായി വിജയൻ. 10 വർഷം ഭരിച്ചിട്ട് വിജയൻ്റെ ഒരു ഗതികേട് നിങ്ങൾ നോക്കിയേ. വിജയന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. എന്നാലോ പ്രതിപക്ഷത്തിന് പറയാൻ ഒരുപാടുണ്ട്. ആ ഒരുപാടുള്ള കൂട്ടത്തിൽ എല്ലാം മുങ്ങിക്കഴുത്തറ്റം മൂക്കറ്റം പ്രതിസന്ധികളിൽ മുങ്ങി നിൽക്കുന്ന പിണറായി വിജയൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരായുധം എന്നുള്ള രീതിയിൽ വേട്ടയാടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ. പിന്നെ രാഹുൽ പറഞ്ഞ ഈ സ്ത്രീകളുടെ കാര്യം, അത് രാഹുലേ, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല, മനുഷ്യനാണോ എന്നുള്ളതാണ്. ആ മനുഷ്യനിൽ തന്നെ രണ്ടുണ്ട്. എന്താണ്? ഈ പറയുന്ന രാഹുൽ പറഞ്ഞ രീതിയിലുള്ള ആളുകളുമുണ്ട്, രാഹുൽ അംഗീകരിക്കുന്ന രീതിയിലുള്ള ആളുകളുമുണ്ട്. അത് സ്ത്രീകളിലുമുണ്ട്, പുരുഷന്മാരിലുമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ഒറ്റുകൊടുത്ത് ഓട്ടക്കഥ പറഞ്ഞ് നടന്ന ആള് പുഴുവരിച്ച് വെല്ലൂരിലെ ആശുപത്രിയിൽ കിടക്കുന്ന സരിതാ നായർ സ്ത്രീയാണ്. രാജീവ് ഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത വ്യക്തി സ്ത്രീയാണ്, അല്ലേ? കൂടത്തായിലെ ജോളി, കുടുംബാംഗങ്ങളെ മൊത്തം സയനൈഡ് കൊടുത്തു കൊന്ന ജോളി സ്ത്രീയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരു കണ്ണൂരിലെ ഒരു കുഞ്ഞിനെ, പിഞ്ചു കുഞ്ഞിനെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞു കൊന്ന ഒരു അമ്മയുണ്ട്, അവരും സ്ത്രീയാണ്. ഇനി മറ്റൊരാളുണ്ട്, ആരാണ്? ഗ്രീഷ്മ, കാമുകന് ജ്യൂസിൽ വിഷം കലർത്തി നൽകി കൊന്ന ഗ്രീഷ്മ, അതും സ്ത്രീയാണ്. ഇതൊക്കെ നമുക്ക് സ്ത്രീകളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ രാഹുലേ? പറ്റൂല രാഹുലേ. ആ കൂട്ടത്തിലേക്ക് നമ്മൾ കൂട്ടി എണ്ണുന്നു റിനി ആൻ ജോർജും ഷഹനാസും ഹണി ഭാസ്കറും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ. കൂട്ടത്തിൽ വയറ്റാട്ടി കാർത്തു ഇവരുടെ പിന്നാലെ നടപ്പുണ്ട്. വയറ്റാട്ടി കാർത്തു, മനസ്സിലായില്ലേ? വയറ്റാട്ടി കാർത്തു പറയുന്നു ഹാഷ്മി പൊട്ടൻ. എന്നാ വയറ്റാട്ടി കാർത്തുവിന് അതിബുദ്ധി. എന്നാ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയോ വയറ്റാട്ടി കാർത്തു ഇക്ഷ അമ്മ വരക്കും. മനസ്സിലായില്ലേ? അപ്പോൾ രാഹുലെ, അതിലൊന്നും ഇനി സംഭവിച്ചത് സംഭവിച്ചു. രാഹുൽ ഇന്നലെ ഒരു വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്താണ്? താൻ ഈ രാജ്യത്തെ നിയമങ്ങൾക്കെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഇപ്പോഴും പറയുന്നു. അതല്ലാതെ തെറ്റുകൾ തനിക്ക് സംഭവിച്ചിട്ടുണ്ട്. താൻ അതൊക്കെ തിരുത്താൻ പോവുകയാണ്. അതൊക്കെ തിരുത്തി ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണെന്ന് രാഹുൽ ഇന്നലെ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ രാഹുലെ. ഈ കഴിഞ്ഞതും ഈ വന്നതും ഈ വന്നവരും ഒച്ചയുണ്ടാക്കിയവരും ബഹളമുണ്ടാക്കിയവരും ഒക്കെ പല രീതിയിൽ ജീവിതത്തിൽ വന്ന് മാറി മറിഞ്ഞ അധ്യായങ്ങളായിട്ട് അങ്ങ് എഴുതി തള്ളുക. അതിന് റിനി ആൻ ജോർജ് ആവട്ടെ, ഷഹനാസ് ആവട്ടെ, ഹണി ഭാസ്കർ ആവട്ടെ, മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കളികൾ, ഇവരുടെയൊക്കെ ജീവിതങ്ങൾ എന്താണ് ബാക്കിയുള്ളത്, എല്ലാം സിമ്പിൾ ആസ് ഇറ്റ് ഈസ്.
ദുബൈ കഥകളൊന്നും ആരും അറിയാത്തവരോ ആരും കേൾക്കാത്തവരോ അല്ലെങ്കിൽ ദുബൈയൊന്നും ഷാർജയൊന്നും അറിയാത്തവരോ അല്ല ബാക്കിയുള്ളവർ. അപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടേക്കൂ. നിങ്ങൾ ബീനാമ്മയുടെ കണ്ണീര് കണ്ടിട്ടുണ്ട് രാഹുലെ. ആ ബീനാമ്മയുടെ കണ്ണീരിനൊപ്പം നിന്ന് ഒരു നല്ല ജീവിതവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത്ര മാത്രമേ രാഹുലിനോട് ഇപ്പോൾ പറയാനുള്ളൂ. എല്ലാ പിന്തുണയും എന്നും രാഹുലിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. മാറ്റങ്ങൾ വരുത്തുക, ജീവിതത്തെ കെട്ടിപ്പടുക്കുക. എന്താണെങ്കിലും ഇന്നലെ നിങ്ങളുടെ ചില തുറന്നു പറച്ചിലുകൾക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വം പോലും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ നിങ്ങളെ പിന്തുണക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ ഭാവിയും കഴിവും ക്യാപ്പബിലിറ്റിയും പൊട്ടൻഷ്യലും എല്ലാമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അത് നിങ്ങൾ മറന്നു പോകരുത്. എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചതെന്ന് നോക്കിയിട്ട് തിരുത്താൻ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയറ്റാട്ടി കാർത്തുമാരും ബാക്കിയുള്ള കുറേ പൊളിറ്റിക്കൽ പിമ്പിങ്ങിൻ്റെ ഭാഗമാകുന്ന കുറേ എണ്ണവും സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ഇവരൊക്കെ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനുഷ്യനായതുകൊണ്ടുള്ളതാണ്. സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. ആരുമാവട്ടെ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുക. രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ ഉണ്ടാവണം, ഈ പൊതുമധ്യത്തിൽ നിങ്ങൾ ഉണ്ടാവണം, പാലക്കാടിൻ്റെ MLA ആയി രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതിനപ്പുറത്തേക്ക് ഉള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക. നിങ്ങൾ ബീനാമയെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ അമ്മ നിങ്ങളെ പോറ്റിയെടുക്കാനും നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണീരുകളെക്കുറിച്ച് ആലോചിക്കുക. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇതൊക്കെ മുതലക്കണ്ണീരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞില്ലേ? ഇങ്ങനെയും ചില പാഠങ്ങൾ നല്ലതിനാണ്. അത് ഒരുപക്ഷെ പടുകുഴിയിൽ ചെന്ന് വീഴാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് തന്ന ഒരു പാഠമായിരിക്കാം ഇത് എന്നാർത്ത് ആശ്വസിച്ച് ബീനാമയുടെ കണ്ണീരിനൊപ്പം നിന്നുകൊണ്ട് തിരുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പുകൾ രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ നടത്തണം. കാരണം നിങ്ങളെ സമൂഹത്തിന് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് സമൂഹത്തെയും ആവശ്യമുണ്ട്, നിങ്ങളെ പാലക്കാടിന് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് പാലക്കാടിനെയും ആവശ്യമുണ്ട്. തിരുത്തലുകൾ എല്ലാത്തിനുമുള്ള സൊല്യൂഷനാണെന്ന് മാത്രം ഓർക്കുക.